വില്ലാളി വീരൻ, ധീരാജി ധീരൻ, സൂരാജി സൂരൻ, ഇതാ എഴുന്നള്ളുന്നേ. ഹലോ, നല്ല നമസ്കാരം. വീരാധീര സൂര, ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ പറഞ്ഞാലും തീരാത്തൊരു സാധനം. കിക്കിടലം ഒരു ത്രില്ലർ ആക്ഷൻ മൂവി, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സൂപ്പർ സിനിമ. പറ്റുമെങ്കിൽ ഞാനൊരു പക്ഷേ ഈ ആഴ്ചയിൽ തന്നെ വീണ്ടും കാണാൻ ശ്രമിക്കും. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. ഇന്നലെ ഈ സിനിമയുടെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തിയേറ്ററിൽ പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഷോ എന്തോ ക്യാൻസൽ ചെയ്തതെന്ന്. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്. എന്തായിരുന്നാലും ഇന്നലെ കണ്ട സിനിമയുടെ ക്ഷീണം ഇന്നങ്ങ് മാറ്റാൻ കഴിഞ്ഞു. ഈ സിനിമ കണ്ടപ്പോൾ ഇന്നലെ കണ്ട സിനിമയുടെ ആ ഒരു ക്ഷീണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക്, വീരാധീര സൂരനിലേക്ക് വരുമ്പോൾ, ഒരു രാത്രിയിൽ നടക്കുന്ന, പലയിടത്തും പല സംഭവങ്ങൾ നടക്കുന്നു. ആ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളെ എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കിടിലം തിരക്കഥയുടെ ബ്രില്യൻസാണ് ഈ സിനിമയിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു സാധനം. സാധാരണ നമ്മൾ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് എപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ ആ ഒരു പാർട്ടിന് വേണ്ടിയുള്ള ആ ഒരു ബ്രില്യൻസാണ്. ആ ഒരു ടെക്നിക്ക്, അതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് സൂപ്പർ സാധനമാണ്. ആ അവസാനത്തെ ഒരു മണിക്കൂറുണ്ടല്ലോ, സീറ്റ് എഡ്ജ് പെർഫോമൻസാണ് അവർ തന്നിരുന്നത്. ഓരോരുത്തരും കുറേ ഷോട്ടുകളുണ്ട്. ഷോട്ടുകളെന്ന് പറയുന്നത് ഒറ്റ ഷോട്ടാണ്, ലോങ് ഷോട്ടാണ്. ആ ഷോട്ട് ഒരുപാട് സാധനം എടുത്തു വച്ചിട്ടുണ്ട്. അതിനകത്ത് സാധനം അത് എങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന് അമേസിങ് എന്ന് വെച്ചാൽ അമേസിങ്. അത് തന്നെയാണ്, ആ ഡയലോഗ് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ GV പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓരോ സീനിനും എന്താണ് ആപ്റ്റായിട്ടുള്ളത് അതിന് നമ്മളെ നന്നായിട്ട് കൺവേ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓരോ സീനിനും അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ കാണുന്ന കാഴ്ചക്കാരനെ, പ്രേക്ഷകനെ ശരിക്കും ചില സീനുകളിൽ ചോര തിളപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അല്ലെങ്കിൽ തിളപ്പിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടുള്ള അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. GV പ്രകാശ്, നിങ്ങളെ സമ്മതിക്കണം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് കൂടുതൽ ഇതൊന്നും ചെയ്യണ്ട. ഇതിനൊക്കത്തെ കിടിലൻ സാധനങ്ങൾ ഇറക്കി വിട്ടാൽ മാത്രം മതി. പിന്നെ സിനിമ തുടങ്ങി ഒരു മിനിറ്റിനകത്ത് തന്നെ സിനിമയിലേക്ക് നമ്മളെ എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു സാധനം. ഇത് മധുരയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു രാത്രിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളെ മധുര പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംഭവം. ഇൻ്റർവെൽ പഞ്ചൊന്നും ഈ സിനിമയിലില്ല. ഇൻ്റർവെൽ പഞ്ചൊക്കെ എന്ന് പറയുന്നത് നല്ല കോമഡിയാണ്, സൂപ്പർ കോമഡി ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ ഫ്ലാഷ് ബാക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വിക്രം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പൊക്കെ നടത്തുന്ന ഒരു സാധാരണ കുടുംബസ്ഥനായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് വലിയ ഹൈപ്പ് ഒന്നുമില്ല. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ചാകും, എന്തു വേണമെങ്കിലും ചെയ്യും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ആ ഒരു കിടിലം ഒരു ക്യാരക്ടർ. അതോടൊപ്പം തന്നെ സുരാജിൻ്റെ കഥാപാത്രം നല്ല ഒരു ഇതാണ്. അതോടൊപ്പം തന്നെ SJ സൂര്യയുടെ കഥാപാത്രം. അങ്ങനെയുള്ള കുറേ പേരുടെ കഥാപാത്രങ്ങൾ, അത് ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ ഭയങ്കര കിടിലം സാധനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവും പറയുവാനുണ്ട്, അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇതുമുണ്ട്. പിന്നെ അവരുടെ റിവെഞ്ച്. പിന്നെ എനിക്ക് തോന്നുന്നത് തുഷാര വിജയൻ, ആ കുട്ടിയുടെ പെർഫോമൻസ് കിടിലമാണ്. കാരണം വിക്രവുമായിട്ടുള്ള അവരുടെ ഒരു കോമ്പിനേഷൻ, നല്ല അവരുടെ കെമിസ്ട്രി കിടിലമായിട്ട് വർക്കായിട്ടുണ്ട്. അത് കിടിലം സാധനമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി വിക്രം എന്ന് പറയുന്ന കാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറം തേടിയുള്ള ഒരു യാത്രയാണ് ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സൂര്യയുടെ
കണ്ണൻ എന്ന് പറയുന്ന പിന്നെ സുരാജിൻ്റെ കഥാപാത്രം, അതോടൊപ്പം തന്നെ എസ് സൂര്യയുടെ പോലീസ് വേഷം, അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു പെരിയോനോ അങ്ങനെ എന്തോ ഒരു കഥാപാത്രം, അങ്ങനെയുള്ള ഒരുപാട് അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ധീരാ സൂര സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ സാധനമാണ്. ഇനി ഇത് എൻ്റെ ബാക്കിലുള്ള അവരുടെ ക്യാരക്ടർ റീബിൽഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടിലാണ്. അപ്പോൾ അത് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ ഇതിലുള്ളത് എനിക്കൊരു ചെറിയ കല്ലുകടിയായിട്ട് തോന്നിയത് ഈ വിക്രമിൻ്റെ കഥാപാത്രം, അതായത് കാളി എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മുടെ ആരുടെ സൂര്യയുടെ ഒരു സിനിമ, കാർത്തിക്കിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ലോകേഷിൻ്റെ സിനിമ, ആ സിനിമയുമായിട്ട് ഒരു ചെറിയൊരു ബന്ധം, കൈതി ആ സിനിമയുമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഷെയ്ഡ് ഇതിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു സാധനം തോന്നി. പക്ഷേ കിടിലൻ സിനിമയാണ്, അതിൽ യാതൊരു സംശയമില്ല. മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി, ഗുഡ് മൂവി തിയേറ്റർ, അത് അത്രേ പറയാനുള്ളൂ. സൂപ്പർ ഫാൻറ്റാസ്റ്റിക് മൂവി. എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു സിനിമ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് മൂവി ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.